60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷം 50,000 രൂപയിൽ കൂടുതൽ തുക പലിശ വരുമാനമായി ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ബാങ്കുകൾ 10% നിരക്കിൽ TDS ഈടാക്കുന്നത്. എന്നാൽ 2025-26 കേന്ദ്ര ബജറ്റിൽ ഈ ഒരു പരിധി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 50,000 രൂപ എന്നത് ഇപ്പോൾ 1 ലക്ഷം രൂപയാക്കിയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2025-26 സാമ്പത്തിക വർഷത്തിലാണ് ഇത് പ്രാവർത്തികമാകുന്നത്, ഇത് നിലവിൽ വരുന്നത്. അതിനാൽ 2025 ഏപ്രിൽ 1 മുതൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള ഒരു സാമ്പത്തിക വർഷത്തെ പലിശ വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ബാങ്കുകൾ അതിൽ നിന്നും 10% നിരക്കിൽ TDS ഈടാക്കുകയുള്ളൂ. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കെല്ലാം തന്നെ ഈ ഒരു പരിധി ബാധകമാണ്. അതിനാൽ 2025 ഏപ്രിൽ 1 മുതൽ ഈ ഒരു പരിധിക്ക് അനുസരിച്ചായിരിക്കും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ വരുമാനത്തിൽ നിന്നും TDS ഈടാക്കുന്നത്.